ആഗോള കയറ്റുമതിയിൽ ഇന്ത്യയുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിനെ ഒരു പ്രധാന സുഖോയ് 57E ഉൽപ്പാദന പങ്കാളിയായി റഷ്യ നിർദ്ദേശിക്കുന്നു. വിൽപ്പന മന്ദഗതിയിലായതിനാൽ ഉപരോധങ്ങൾ മറികടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ. ഒരു സുപ്രധാന തന്ത്രപരമായ നിർദ്ദേശത്തിൽ റഷ്യ ഇന്ത്യയെ അവരുടെ സുഖോയ് 57E സ്റ്റെൽത്ത് യുദ്ധവിമാനത്തിൻ്റെ ഉൽപ്പാദനത്തിലും ആഗോള കയറ്റുമതിയിലും കേന്ദ്ര പങ്കാളിയാകാൻ സജീവമായി പ്രോത്സാഹിപ്പിക്കുകയും ക്ഷണിക്കുകയും ചെയ്യുന്നു. ഒരു സാധാരണ സംഭരണ കരാറിനപ്പുറം ഇന്ത്യയെ ഒരു നിർമ്മാണ കേന്ദ്രമായി സ്ഥാപിക്കുക എന്നതാണ് ഈ ഓഫറിൻ്റെ ലക്ഷ്യം. മന്ദഗതിയിലുള്ള വിൽപ്പനയും അന്താരാഷ്ട്ര ഉപരോധങ്ങളും തടസ്സപ്പെടുത്തിയ 5ാം തലമുറ യുദ്ധവിമാന പദ്ധതിയെ പുനരുജ്ജീവിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഈ സമഗ്ര പങ്കാളിത്തത്തെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നതിനായി ഒരു സാങ്കേതിക സംഘത്തെ ഇന്ത്യയിലേക്ക് അയക്കാൻ മോസ്കോ തയ്യാറാണെന്നാണ് റിപ്പോർട്ടുകൾ. റഷ്യയുടെ സുഖോയ് 57 യുദ്ധവിമാന പദ്ധതി ഗണ്യമായ വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യത്തിലാണ് ഈ അഭിലാഷകരമായ നിർദ്ദേശം വരുന്നത്. സുഖോയ് വികസിപ്പിച്ചെടുത്ത ഈ വിമാനം അമേരിക്കൻ F-35, ചൈനയുടെ J-20 തുടങ്ങിയ എതിരാളികൾക്കുള്ള മോസ്കോയുടെ കൃത്യമായ ഉത്തരമാകുന്നു. എന്നിരുന്നാലും റഷ്യൻ എയ്റോസ്പേസ് ഫോഴ്സിൽ യുദ്ധവിമാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണ്. നിലവിൽ വളരെ കുറച്ച് യൂണിറ്റുകൾ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ എന്ന് കണക്കാക്കുന്നു. ഈ മന്ദഗതിയിലുള്ള ആഭ്യന്തര ഉൽപ്പാദനവും കാലതാമസവും കൂട്ടിച്ചേർന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഈ വിമാനങ്ങൾ വാങ്ങുന്നവരെ മടിച്ചു നിർത്താനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഇത് കയറ്റുമതി ഓർഡറുകളുടെ അഭാവത്തിലേക്ക് നയിച്ചു. കൂടാതെ കർശനമായ പാശ്ചാത്യ ഉപരോധങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കയുടെ എതിരാളികൾക്കുള്ള ഉപരോധങ്ങൾ കാരണം സാമ്പത്തിക ഇടപാടുകളും സാങ്കേതിക കൈമാറ്റങ്ങളും സങ്കീർണമാക്കി. ഇത് റഷ്യയെ പാശ്ചാത്യ ശക്തികളുമായി തന്ത്രപരമായ സഖ്യങ്ങൾ തേടാൻ പ്രേരിപ്പിക്കുന്നു. എയ്റോ ഇന്ത്യ 2024 എക്സിബിഷനിൽ റഷ്യയുടെ സ്റ്റേറ്റ് ഡിഫൻസ് എക്സ്പോർട്ട് ഏജൻസിയായ റോസോബോറോണെക്സ്പോർട്ട് 20-30 യുദ്ധവിമാനങ്ങളുടെ പ്രാരംഭ വിൽപ്പനയ്ക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട്. തുടർന്ന് സുഖോയ് 30 MKI പോലുള്ള റഷ്യൻ വിമാനങ്ങൾ കൂടിച്ചേർക്കുന്നതിൽ ദീർഘകാല ചരിത്രമുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ നാസിക് ഫെസിലിറ്റിയിൽ ലൈസൻസ് ഉള്ള ഉൽപ്പാദനം നടത്താനും നിർദ്ദേശിച്ചിട്ടുണ്ട്. സോഴ്സ് കോഡുകളിലേക്കുള്ള ആക്സസ് ഉൾപ്പെടെ പൂർണ്ണമായ സാങ്കേതിക കൈമാറ്റമാണ് കരാറിൻ്റെ ഒരു പ്രധാന ഘടകം. ഉത്തം ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ, റഡാർ, വിരൂപാക്ഷ സെൻസർ സ്യൂട്ട് തുടങ്ങിയ സ്വന്തം നൂതന തദ്ദേശീയ സംവിധാനങ്ങളെ സംയോജിപ്പിക്കാൻ ഇത് ഇന്ത്യയെ അനുവദിക്കും. ഇത് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഇഷ്ടാനുസൃതമായ ഒരു വകഭേദം സൃഷ്ടിക്കാൻ സഹായിക്കും. കയറ്റുമതി അവകാശങ്ങളുടെ വാഗ്ദാനമാണ് ഈ നിർദ്ദേശത്തിലെ ഏറ്റവും വിപ്ലവകരമായ ഒരു ഘടകം. സുഖോയ് 57E മറ്റു രാജ്യങ്ങൾക്ക് വിൽക്കാനും ഇന്ത്യയിൽ നിർമ്മിക്കാനും എല്ലാം ഇന്ത്യയെ അധികാരപ്പെടുത്താൻ റഷ്യ തയ്യാറാണെന്ന് റിപ്പോർട്ടുണ്ട്. സുഖോയ് 30 MKI കരാർ പോലുള്ള മുൻ സഹകരണങ്ങളിൽ നിന്നുള്ള ഒരു പ്രധാന വ്യതിയാനമാണിത്. ഇന്ത്യ ലൈസൻസിന് കീഴിൽ സുഖോയ് 30 MKI വിജയകരമായി നിർമ്മിച്ചെങ്കിലും വിമാനങ്ങൾ കയറ്റുമതി ചെയ്യാനുള്ള ശ്രമങ്ങൾ വലിയ തോതിൽ പരാജയപ്പെട്ടു. കാരണം വാങ്ങാൻ താൽപ്പര്യപ്പെടുന്നവർ പലപ്പോഴും അത് റഷ്യയിൽ നിന്ന് നേരിട്ട് വാങ്ങാൻ ഇഷ്ടപ്പെട്ടു. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിനെ സുഖോയ് 57E ആഗോള വിതരണക്കാരായി മാറ്റുന്നതിലൂടെ ഇന്ത്യയുടെ അംഗീകാരം ഒരു ഡൊമിനോ എഫക്റ്റ് സൃഷ്ടിച്ചേക്കുമെന്ന് മോസ്കോ പ്രതീക്ഷിക്കുന്നു. ഇന്ത്യയുടെ 272ഓളം സുഖോയ് 30 MKIകളുടെ വലിയ ഓർഡർ വിമാനത്തിൻ്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുകയും 1 ഡസനിലധികം മറ്റ് രാജ്യങ്ങളിൽ വിൽപ്പനയ്ക്ക് കാരണമാവുകയും ചെയ്തതുപോലെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ നിർദ്ദേശം നിരവധി തന്ത്രപരമായ നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. നിലവിൽ 42 സ്ക്വാഡ്രനുകളോളം വേണ്ട സാഹചര്യത്തിൽ ഏകദേശം 31 ഫൈറ്റർ സ്ക്വാഡ്രനുകളുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ വ്യോമസേനയുടെ ശേഷി നിർണായക വിടവ് സൃഷ്ടിക്കുന്നത് തന്നെയാണ്. കാരണം അത്രമാത്രം സ്ക്വാഡ്രൻ്റെ കുറവാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. ചൈനയുടെ J-20, പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്ന J-35 ഏറ്റെടുക്കൽ എന്നിവയുൾപ്പെടെ മേഖലയിലെ നൂതന വിമാനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന സാന്നിധ്യത്തെ നേരിടുന്നതിന് സുഖോയ് 57E ഒരു നിർണായക നടപടിയായി പ്രവർത്തിക്കും. കാരണം നമ്മുടെ 5ാം തലമുറ യുദ്ധവിമാനം കാര്യക്ഷമമായി പ്രവർത്തിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായി വരാൻ ഇനിയും വർഷങ്ങളെടുക്കുമ്പോൾ അത്രയും ഗ്യാപ്പ് അവിടെ നമ്മൾ നേരിടുന്നുണ്ട്. അവിടെ സുഖോയ് 57E ഒരു നിർണായക ഗ്യാപ്പ് നടപടിയായി പ്രവർത്തിക്കും. പ്രതിരോധ നിർമ്മാണ എക്കോസിസ്റ്റം മെച്ചപ്പെടുത്തുന്നതിലൂടെയും 2029 ആദ്യ പറക്കൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്ന തദ്ദേശീയ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പ്രോഗ്രാമിനെ പിന്തുണയ്ക്കുന്നതിലൂടെയും ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് മേക്ക് ഇൻ ഇന്ത്യ സംരംഭങ്ങൾക്ക് ഈ കരാർ വലിയ ഉത്തേജനം തന്നെയാണ് ഉണ്ടാക്കുക. എന്നിരുന്നാലും ഇത്തരമൊരു കരാർ അന്തിമമാക്കുന്നതിനുള്ള പാത ഗണ്യമായ തടസ്സങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു.
റഷ്യൻ S-400 വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങുന്നതിൽ ഇതിനകം തന്നെ സങ്കീർണതകൾ നേരിട്ട ന്യൂഡൽഹിക്ക് US കാറ്റ്സ ഉപരോധങ്ങളുടെ ഭീഷണി ഒരു പ്രധാന ആശങ്കയായി തുടരുന്നു. ഇറാൻ, ഉത്തര കൊറിയ, റഷ്യ എന്നീ രാജ്യങ്ങൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫെഡറൽ നിയമമാണ് കാറ്റ്സ അഥവാ കൗണ്ടറിംഗ് അമേരിക്കാസ് അഡ്വേഴ്സറീസ് ത്രൂ സാങ്ഷൻസ് ആക്ട്. US കമ്പനികൾ ഉപരോധിക്കപ്പെട്ട സ്ഥാപനങ്ങളുമായി ബിസിനസ് ചെയ്യുന്നത് തടയുന്നതിലൂടെയാണ് ഈ ലക്ഷ്യം കൈവരിക്കുന്നത്. കൂടാതെ അന്താരാഷ്ട്ര സാമ്പത്തിക നിയന്ത്രണങ്ങൾ നേരിടുമ്പോൾ കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന ഒരു കരാറിനായി പരസ്പരം യോജിക്കുന്ന ഒരു പേയ്മെൻറ്റ് സംവിധാനം സ്ഥാപിക്കുന്നതും ഒരു സങ്കീർണമായ വെല്ലുവിളിയാണ്. കയറ്റുമതി വിപണികളിലെ നിയന്ത്രണം വിട്ടുകൊടുക്കാനുള്ള റഷ്യയുടെ സന്നദ്ധതയെക്കുറിച്ച് ഇന്ത്യയുടെ പ്രതിരോധ സ്ഥാപനങ്ങൾക്കുള്ളിൽ തന്നെ ഗണ്യമായ സംശയങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. കാരണം സുഹോയ് 30 MKI അനുഭവം ആവർത്തിക്കാതിരിക്കാൻ ഉദ്യോഗസ്ഥർ ഉറച്ച ഉറപ്പുകൾ റഷ്യയിൽ നിന്ന് തേടുന്നു.